റേഷൻ മസ്റ്ററിങ്ങിൽ വലഞ്ഞ് ജനം. 15, 16, 17 തീയതികളിലാണ് മഞ്ഞ പിങ്ക് കാർഡുകാർക്ക് മസ്റ്ററിങ് നടത്തി കാർഡ് സാധൂകരിക്കേണ്ടത്. എന്നാൽ സെർവർ തകരാറ് മൂലം ഒരു കാർഡ് ഉടമയ്ക്ക് പോലും മസ്റ്ററിങ് നടത്താൻ സാധിച്ചില്ല. ജനം തിരിച്ചുപോയി. രോഗികളായ വയോധികരാണ് ഏറെ കഷ്ടപ്പെട്ടത്. സർക്കാർ ജനങ്ങളെ ഇങ്ങനെ വലയ്ക്കരുത് എന്ന് പരിതപിച്ചാണ് പല വയോധികരും വേദി വിട്ടത്. ഇപോസ് മിസ്റ്റിൻ്റെ സെർവർ തകരാറാകുന്ന മൂലം റേഷൻ പോലും ലഭിക്കുന്നില്ല. ഇപ്പോൾ ഇതാ മസ്റ്ററിങ് പോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ്. കഞ്ഞികുടി മുട്ടുമോ എന്ന വ്യാധിയിലാണ് മഞ്ഞ പിങ്ക് കാർഡ് ഉടമകൾ. ഇനി മസ്റ്ററിങ് എന്ന് തുടങ്ങാനാകുമോ എന്ന് റേഷൻ കട ഉടമക്ക് പോലും പറയാൻ പറ്റാത്ത അവസ്ഥയിലാക്കി. ഇത് കുറേ ദിവസങ്ങളായിട്ട് ഈ ഒരു ഡേറ്റിനെ കുറിച്ച് ഭയങ്കര ഒരു പ്രശ്നമുണ്ട് യൂണിയൻ തമ്മിലും. അപ്പോൾ ഈ ഞായറാഴ്ച ഒരു മുടക്ക് ദിവസം കൂടി ചെയ്യണമെന്നുള്ള ഗവൺമെൻറ് തീരുമാനം വന്നപ്പോൾ ഞായറാഴ്ച ചെയ്യില്ലെന്നുള്ള ഒരു ഇത് യൂണിയൻ എടുത്തിട്ടുണ്ടായി. അപ്പോൾ അതിനെക്കുറിച്ചൊരു തർക്കവും കാര്യങ്ങളൊക്കെ ഇന്നലെ ഒരു രാത്രി ഏകദേശം ഒരു 9 മണിയായിട്ടുണ്ട്. യൂണിയൻ അത് അംഗീകരിച്ചു. കാരണം ഇന്ന് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് SSLC പരീക്ഷ അങ്ങനെ പരീക്ഷകൾ കുട്ടികൾക്ക് വരാനുള്ള സൗകര്യത്തിന് ഞായറാഴ്ച ഞങ്ങൾ ഉള്ള റേഷൻ കടകൾക്ക് ഉള്ള ഒരു സഹകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ചെയ്യാൻ തീരുമാനിച്ച് യൂണിയൻ പ്രഖ്യാപനം ഇറക്കിയതാണ് ഞായറാഴ്ച ചെയ്യാമെന്ന്. അപ്പോഴാണ് ഈ ഒരു അവസ്ഥ വന്നത്. അപ്പം അതിൻ്റെ മുന്നോടിയായിട്ട് ഞങ്ങൾ സൗകര്യം ഇല്ലെന്നറിയാം. കടയുടെ അവിടെയൊക്കെ പലർക്കും സൗകര്യമില്ല, വണ്ടിക്ക് വരുന്നവർക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ സൗകര്യമില്ല. അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് ഇവിടെ ഈ ഹോള് ബുക്ക് ചെയ്ത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ ആൾക്കാർക്കുള്ള സൗകര്യത്തിനെല്ലാം റെഡിയാക്കി. 9 മണിക്ക് നേരത്തെ പ്രഖ്യാപിച്ചത് ഞാൻ ഇന്നലെ പിന്നെ അത് കഴിഞ്ഞ് ഗവൺമെൻറ് 8 മണിയാക്കി. അതനുസരിച്ച് ഞാൻ 8 മണിക്ക് ഇവിടെ ഒന്ന് സ്റ്റാർട്ട് ചെയ്തതാണ്. ഇതാണ് അവസ്ഥ. ഒരു കാർഡ് പോലും അടിക്കാൻ പറ്റും. സെർവർ മൊത്തം പോയിട്ട് അത് എടുത്ത് പരിശോധിച്ചപ്പോൾ കേരളത്തിൽ ഒരെണ്ണം പോലും ചെയ്യാൻ പറ്റിയിട്ടില്ലെന്നുള്ളതാണ്. ഉദ്ദേശം എത്ര പേര് ഇപ്പോൾ ഇന്ന് വന്നിട്ട് തിരിച്ചു പോയി? ഇന്നിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു 50 പേര് 60 പേരോളം വന്ന് ഒരു 25 പേർക്ക് ടോക്കൺ കൊടുത്ത് നിർത്തി ചെയ്യാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയിൽ 9 മണി വരെ ഞങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ നോക്കിയപ്പോൾ കേരളത്തിൽ ഒരെണ്ണം പോലും അടിക്കാൻ പറ്റിയിട്ടില്ല. മൊത്തം സർവർ. അങ്ങനെ പിന്നെ യൂണിയൻ്റെ ആൾക്കാർ ഗവൺമെൻറ്റുമായിട്ട് ചർച്ച ചെയ്ത് മന്ത്രിയും കമ്മീഷണറും ആരും ഫോൺ എടുക്കുന്നുണ്ടായില്ല. വാട്സപ്പിലിട്ട് പിന്നെ വോയിസ് ഇട്ട് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ മന്ത്രിയുടെ ഒരു പ്രഖ്യാപനം വന്നേക്കുന്നത് ഇത് തൽക്കാലം നിർത്തി വെച്ചേക്കുന്നത്. മഞ്ഞ കാർഡിൻ്റെ ആലോചിച്ചിട്ട് തീരുമാനം പറയാം, മറ്റേത് വേറെ ദിവസം അങ്ങനെയുള്ള രീതിയിലാണ് ഉള്ള ഒരു ഫൈനൽ തീരുമാനത്തിനനുസരിച്ചാണ് ഇപ്പോൾ ആൾക്കാരെ പിരിച്ചുവിട്ടത്. ഒരു കണക്കിൽ ഓട്ടോ നോക്കുന്നത് കണ്ടി, പിന്നെ ഒരു കണക്കിൽ ഇവിടുത്തോളം എത്തി. അപ്പം ഇനി ഇത് നടക്കില്ല, ഇനി വരണ്ടേ നമ്മുടെ ജീവിത പ്രശ്നമായിട്ട് വരും. എന്തൊരു കഷ്ടം ഈ മന്ത്രിയൊക്കെ ഇങ്ങനെ ചെയ്യാൻ. ഏത് മന്ത്രി ആയിക്കോട്ടെ, ഇത് മനസ്സിലായി പാവപ്പെട്ടവരെ കഷ്ടപ്പെടുത്തേണ്ട ഭയങ്കര കാര്യം. അരിയൊക്കെ വെറുതെ തന്നെ ഉണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്, അതിനൊക്കെ നന്ദി. എന്നാലും ഇത് ഇങ്ങനെ ഈ കഷ്ടപ്പാട് ഭയങ്കര കഷ്ടപ്പാട്. റേഷൻ കടയിൽ 3 ദിവസം പോയേപ്പിനെ കഴിഞ്ഞു. 3 ദിവസം പോയി. അങ്ങാട് 40 രൂപ, വീട്ടിലോട്ട് 40 രൂപ, 80 രൂപ മുടക്കി 3 ദിവസം പോകുമ്പോൾ ഈ പിന്നെ വേലം പണിക്കാതെ ഞങ്ങളൊക്കെ എന്ത് ചെയ്യാനാണ്? കഷ്ടമുണ്ട്. കാര്യം പ്രധാനമന്ത്രി അല്ലെ ഏത് മന്ത്രിയെങ്കിലുമൊക്കെ ചെയ്യണത് നല്ലത്. അതൊക്കെ വെറുതെ അറിയാം. അത് വളരെ വളരെ നല്ലത്. ഇങ്ങനെയുള്ള ദിവസങ്ങൾ സഹിക്കാൻ 25 വയസ്സായി. അതിന് ആൾക്കാർ നടന്നു പറഞ്ഞത് ഇപ്പം ഇനി ചെയ്യരുന്നത്. ഇനി ഒരു ദിവസം വന്നത് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ഞങ്ങൾക്ക്. ഇനിയിപ്പോൾ ഇന്ന് പോയി മരുന്നും മരുന്നുള്ള ദിവസം അതിനും പോകണം.